വല്ല കാര്യമുണ്ടോ? അയ്യോ എൻ്റെ പൊന്നളിയ, ഈ കള്ളന്മാരെ ബുദ്ധിമുട്ട് ആരേലും മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണും കൈയും മെയ്യും എല്ലാം ഒരേപോലെ പ്രവർത്തിച്ചില്ലേ? അടി കൊണ്ട് പച്ചം വെളുക്കും. അയ്യോ, അതുകൊണ്ടല്ലേ അളിയ ഈ വയസ്സാം കാലത്തും വയ്യെങ്കിലും കയ്യിലും മെയ്യിലും രക്തഓട്ടം കൂടാൻ ഞാൻ ഈ പുഷപ്പൊക്കെ എടുക്കുന്നത്. അളിയ ചെറുപ്പത്തിലെ പുഷപ്പ് എടുക്കുമായിരുന്നോ? പിന്നെ ആയ കാലത്ത് ഞാൻ പുഷപ്പിൻ്റെ ഉസ്താദായിരുന്നു. മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോന്നോ? പണ്ട് ഞാനൊരു മത്സരത്തിൽ പങ്കെടുത്ത് അന്ന് ഞാൻ മെഗാ വിന്നറായിരുന്നു. ആ മത്സരത്തിൽ പങ്കെടുത്ത എൻ്റെ ട്രോഫിയാണ് നടന്നു വരുന്നത്. അച്ഛനും മാമനും എവിടെയാ ഡ്യൂട്ടി? ഒരമ്പലത്തിൽ കാണിക്ക വഞ്ചി കുത്തി പൊളിക്കാനുണ്ട്. നീ വരുന്ന? വന്നേനെ, പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല. കണ്ട പോലീസുകാരുടെയും നാട്ടുകാരുടെയും അടിമേടിച്ച് കൂട്ടാനല്ല ഞാൻ എന്റെ കൊച്ചിനെ ഇത്രയും വളർത്തി വലുതാക്കി വെച്ചേക്കണേ. അപ്പൊ ഈ അളിയനും അളിയനോട് ഈ ഓടി കിടന്ന് അടി മേടിച്ച് കൂട്ടുന്നതിനകത്ത് നിനക്കൊരു സങ്കടമില്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ശീലമല്ലേ? നിങ്ങൾ ഇനി മോഷണം നിർത്തിയാലും നിങ്ങൾ കള്ളന്മാര് തന്നെയാണ്. അതെ, അളിയനും എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞെങ്കിലേ കുളിച്ചഴിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ നോക്കിയേ. നടക്കട്ടെ. എൻ്റെ പൊന്നളിയാ, ഭാഗ്യമുള്ള ഫാമിലി തന്നെ കേട്ടെ. മോട്ടിക്കാമാൻ ഇത്രയും പ്രോത്സാഹനം നിന്ന് വേറെ എങ്ങൊന്നും കാണത്തില്ല. അളിയ വന്നേ, തൈല ട്രിപ്പുണ്ടോ വെച്ചേ? എന്താടാ നിനക്കൊരു കിണി? ഒന്നുമില്ല അമ്മ. സപ്പോർട്ടും ചെയ്യും, സബ്സ്ക്രൈബും ചെയ്യും, പിന്നെ ബെൽ ബട്ടൺ അത് പോലീസുകാർ അമർത്തിക്കോളും.